ഹലോ ഹായ്. ഞങ്ങളിന്ന് ഷിബുബായിയുടെ മോൻ്റെ ബർത്ത്ഡേക്ക് പോവാണ്. ഞാനും മോളും ചേട്ടനും കൂടെ പോകുന്നത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനും നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നൊരു ബർത്ത്ഡേ ആയിരുന്നു ഇത്. നമ്മൾ ഗെറ്റ് ടുഗെദർ പോലെ ആവും, ബർത്ത്ഡേ ആവും. അപ്പം അങ്ങനെ നമ്മൾ വെരി എക്സൈറ്റഡ് ആണ്. അടിച്ചു പൊളിക്കാൻ കാത്തിരുന്ന ഒരു ബർത്ത്ഡേക്കാട്ടിലുപരി അവരുമായിട്ടൊന്ന് മിങ്കിളായി കൂടുതൽ ഒന്ന് അടിച്ചു പൊളിക്കണം. അവരുടെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യണം. അതാണ് നമ്മുടെ മെയിൻ എൻജോയ്മെൻറ്റ്. അവിടെ രേഖയുണ്ട്, ഫാമിലീസ് എല്ലാവരും ഉണ്ട്. പിന്നെ 2 ഫ്രണ്ടിനെ നമുക്ക് മിസ്സായിട്ടുണ്ട്. ഒരാൾ പൂനെയിലും ഒരാൾ കേരളത്തിലും ആയിപ്പോയി. റീന, രാജേഷ് സാറ് അവർ നാട്ടിൽ പോയിക്കുക. പിന്നെ അഖിലേഷ് സാറും സിജിയും ഇപ്പം പൂനെയിലോട്ട് പോസ്റ്റിംഗ് വന്ന് അവരും പോയി. അവരെ രണ്ടുപേരെയും നല്ലോണം മിസ് ചെയ്യുന്നത്. അപ്പം ബൈ. അപ്പം നമ്മൾ ഈഹുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ പോകുമ്പോൾ അവിടെ ഈഹു കഴിക്കുന്നതേ ഉള്ളൂ. രേഖയുടെ വീട്ടിലോട്ട് കയറി. അവിടെ കയറിയിട്ട് താഴോട്ട് പോകാമെന്ന് വിചാരിച്ചു. രേഖയെ കാണിക്കാം. എൻ്റെ ഫ്രണ്ടാണ്. ചേട്ടൻ സാറ് വന്നിട്ട് ആർമിയിൽ നിന്ന് റിട്ടയർഡായി. എൻ്റെ ഹസ്ബൻഡിനെ പോലെ തന്നെയാണ്. പുള്ളിക്കാരത്തി നല്ല ഒരുങ്ങിച്ചോ നല്ല ഇതായിട്ട് വരുന്നുണ്ട്. ഹായ്. ഹായ്. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ കുറേ ഫോട്ടോയും എല്ലാം കൂടി എടുത്ത് ആടിത്തുള്ളിക്കും. ഇനി ഞങ്ങളുടെ ഫ്രണ്ട് നമ്മുടെ ഷിലാൻഡി. ഓക്കെ. ഹായ് നദി. ഹായ്. ഹായ് പറ. രണ്ടുപേരും ആർമിക്കാരാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് കോൾഡായിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളവിടെ എത്തിയപ്പോൾ സദ്യയായിരുന്നു. അപ്പം അച്ഛനും അങ്കിളിലും അമ്മയും എല്ലാവരും കൂടെ ആയിട്ട് അങ്ങ് ചേർന്ന് വിളമ്പി ഓർഡർ തെറ്റിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിപ്പോയി. അത് പിന്നെ കുഴപ്പമില്ല, നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ ഫാമിലി മാത്രമായിരുന്നു അവിടെ. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് സദ്യ ഒരു വമ്പൻ സദ്യയായിരുന്നു. നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈൽ സദ്യയായിരുന്നു. അപ്പം പല വിധങ്ങളുള്ള സദ്യയായിരുന്നു. അതോ അവിടെ നിന്നെല്ലാം തട്ടി മാറ്റിയിടും. അപ്പോൾ ഷിബു ചേട്ടൻ എന്നെ വഴക്ക് പറയുക, ഈ വീഡിയോ വരാൻ പാടില്ല എന്ന്. ഹാപ്പി ബർത്ത്ഡേ. ഹൂസ് ബർത്ത്ഡേ? ഈഹൂസ് ബർത്ത്ഡേ? എല്ലാവരും സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ അവിടെ പോയി നിന്ന് ഈഹുവിനെ കൊഞ്ചിക്കുന്നു. പിന്നെ അച്ഛനും മംഗളും ഇത് ഷീലാൻ്റെയാണ്, നമ്മുടെ ഫ്രണ്ടാണ്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. പിന്നെ ഞാനും അമ്മയും രേഖ ആൻ്റെയും കൂടെ ഫസ്റ്റ് പന്തിയിൽ തന്നെ ഇരുന്നു. നമ്മൾ ചെറുക്കൻ്റെ വീട്ടുകാരാണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പന്തിയിലിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈഹു വന്ന് വെള്ളം ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ ആസ്വദിച്ച് കഴിക്കുക. നമ്മൾ കുറേ വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു സദ്യ കഴിക്കുന്നത്. കുറേ വിഭവങ്ങളുള്ള സദ്യയായിരുന്നു. എല്ലാം നല്ല ഫേവറേറ്റായിരുന്നു അമ്മയ്ക്ക്. നമ്മൾ ട്രിവാൻഡ്രത്തിൽ ഇത്രയും വിഭവങ്ങളുള്ള സ്റ്റൈലിലാണ്. പിന്നെ പായസം വന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈഹുവിൻ്റെ കൊച്ചു കുസൃതികൾ. അവന് ഇടയ്ക്കിടയ്ക്ക് നമ്മളാരെങ്കിലും വെള്ളം കുടിക്കുന്നത് കണ്ടാൽ അവനും ഒപ്പം വെള്ളം കുടിക്കാൻ മുട്ടും. അപ്പം അവൻ വെള്ളം കുടിക്കാൻ വേണ്ടി വരും. പിന്നെ അവനൊരു കാറ് കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു. പിന്നെ ഇത് പുളിശ്ശേരി, പൈനാപ്പിൾ പുളിശ്ശേരി നല്ല രസമായിരുന്നു. പിന്നെ കൈ നീട്ടുമ്പോഴത്തേക്ക് അവർ രസം ഒഴിച്ച് തരും. അതും സൂപ്പർ ടേസ്റ്റായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ബോളിയും സേമിയ പായസം ഒരു രക്ഷയില്ല. ഇതായിരുന്നു ഫേവറേറ്റ്, നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് സദ്യ ഫിനിഷ്. അപ്പം ഇനി അടുത്ത് കൊച്ചി. അവിടെ ഇരിക്കുന്ന പിള്ളേരെയൊക്കെ തൂക്കിക്കൊഞ്ചിക്കലാണ് അമ്മയുടെ മെയിൻ പരിപാടി. അമ്മയ്ക്ക് എവിടെയെങ്കിലും കുഞ്ഞു കുട്ടികളെ കണ്ടാൽ മതി, അമ്മ അപ്പം അവിടെ വീഴും. അപ്പോൾ ഇതൊരു ക്യൂട്ട് ബേബിയാണ്. രേഖാൻ്റെ അവസാനം നിവർത്തിയിട്ട് കഴിക്കാൻ പറ്റാതെ ആഗ്രഹം കൊണ്ട് ബോളിയും പായസമൊക്കെ കഴിക്കുന്നതാണ്. ഇത് അമരിക്ക പൊടി എന്ന് പറയും. നമ്മൾ ട്രിവാൻഡ്രത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു വിഭവമാണ്. നല്ല ടേസ്റ്റാണ്.
നമ്മൾ ഇഹുവിന് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ഇത് ഉച്ചത്തെ പരിപാടി മാത്രമാണ്, ഇനി രാത്രിയും ഉണ്ട്, അത് വേറെ. അപ്പം നമ്മൾ ഇഹുവിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇനി നമ്മൾ പോകും. ഇനി റെഡി ആയിട്ട് അടുത്ത സ്റ്റെപ്പ് പാർട്ടിക്ക് വേണ്ടി നമ്മൾ വരും.